ഇതാണ് നമ്മുടെ ബോഗൻവില്ലാസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സ്ഥലം. മറ്റേ മുകളിൽ കണ്ട ഫ്രൂട്ട് പ്ലാന്റ്സും മദർ പ്ലാന്റ്സും എല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പോളി ഹൗസിനകത്താണ് നമ്മൾ ബോഗൻവില്ലാസ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇവിടെ 9, 8 പിന്നെ ഇവിടെ ഒരു 3 പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 11 പോളി ഹൗസ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞില്ല, ഇതിൽ ആദ്യം നമ്മളൊരു ബാച്ച് കുത്തി സംഭവം ചെടി ആയതാണ് മുകളിൽ കൊണ്ടുപോയി നമ്മളിപ്പോൾ പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും കവറുകൾ നിറച്ച് കുത്തി തുടങ്ങുന്നുണ്ട്. ഇതിൽ നമുക്കൊന്ന് നോക്കാം. അവിടെ നമുക്ക് ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടെ വളർച്ച ആകുമ്പോൾ ഇത് ഇവിടെ നിന്ന് മാറ്റില്ല. ഇവിടെ നിന്ന് എടുത്ത് മാറ്റി എന്നിട്ട് നമ്മൾ ആദ്യം കഴിഞ്ഞ ചട്ടിയിലോട്ടാക്കും. പിന്നെ 150 to 170 വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതെല്ലാം നമുക്കൊരു ഇതല്ലാണ് നല്ല. ഇതിനൊക്കെയാണ് നമുക്കിനി മാറ്റാനുള്ളത്. തൊട്ടടുത്ത് ഇവിടെ നിന്ന് മാറ്റാനുള്ളത് ഈ പ്ലാന്റ്സ് ഒക്കെയാണ്. ഈ പ്ലാന്റ്സ് മാറും. പിന്നെ അടുത്ത ഇവിടെ നമ്മൾ വീണ്ടും പുതിയ പ്ലാന്റ്സ് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാവും. ഇപ്പോൾ അവിടെ കണ്ടില്ല, മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതിലും ഈ കവറിലെല്ലാം ഇതിലെല്ലാം നിറച്ച് വെച്ച പോലെ ഇതിലൊക്കെ ഇനി കുത്താനുള്ളതാണ്. പല വെറൈറ്റീസ് ഉണ്ടല്ലേ? പല വെറൈറ്റീസ് ഉണ്ട്. അതെന്താ വലുത്? ഇത് നമുക്ക് പറഞ്ഞില്ല, ഇത് നമുക്കിനി ഗ്രാഫ്റ്റ് ചെയ്യാൻ റെഡി ആവുന്ന. ഇതിലിപ്പോ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമുള്ള പ്ലാന്റ്സ് ആണല്ലോ. ഇത് കൊടുക്കാനുള്ളതാണോ? ഇത് കൊടുക്കാനുള്ള തന്നെയാണ്. ഇത് കുറച്ചൊന്ന് കഴിഞ്ഞൊന്ന് നല്ല ബുഷായതിനു ശേഷം ഇതിന് ആവശ്യക്കാർ വേറെ ഉണ്ട്. ഒരു ഇതിൽ തന്നെ സ്റ്റെമ്മിൽ തന്നെ ഒരു 10-15 കളേഴ്സൊക്കെ വരുന്ന പോലെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഈ ഉള്ളത്. അപ്പോൾ ഇതേപോലെ വേറെ നിരവധി സ്റ്റോക്കുകളുണ്ട്. ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ മാത്രമാണ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് എല്ലാം വെച്ചിരിക്കുന്നത് മുകളിലാണ്. അതിലൊരു 4 പോളി ഹൗസിൽ ഫുള്ള് മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗൻവില്ലാസ് ആണ്.